ഹേയ് വടി, ഇന്നത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ്. തീരെ പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ. ഇന്നതാ ഈ ആശാന്റെ PSC എക്സാമിന് വേണ്ടി പെരിന്തൽമണ്ണ സ്കൂൾ വരെ പോയതാണ്. പോയി നോക്കിയപ്പോൾ നല്ല പഴമയുള്ള ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു ഗവൺമെന്റ് സ്കൂള്. ഏതായാലും ഒരു 1.5 മണിക്കൂർ അവിടെ നിൽക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ സെറ്റ് സ്ഥലം, നല്ല പ്ലെയിൻ ആയിട്ട് ഒരു പാർക്കിന്റെ ഒക്കെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം, നല്ല തെളിഞ്ഞ ഡീറ്റെയിലിംഗ് ഉള്ള നല്ല ആകാശവും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട്. ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ അതോ പ്രൈവറ്റ് ആണോ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അവിടെ 1.5 മണിക്കൂർ പോസ്റ്റ് ആയിട്ട് നിൽക്കണതിനെ കൊണ്ട് നേരെ നോക്കിയിടത്തേക്കൊന്ന് നടന്നു നോക്കിയതാ. സംഗതി പക്കാണ്. ഒരു വ്യൂ പോയിന്റിലൊക്കെ പോണ മാതിരി അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ ഒരു വന്ന ഫീലാണ് അവിടെ നിൽക്കാൻ. അവിടേക്ക് പല പല കിളികൾ വരുന്നുണ്ട്. അവിടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ആ കാണുന്ന 2 മരം മാത്രമേ ഉള്ളൂ, തണലിനും കാര്യങ്ങളൊക്കെ. നല്ല ചൂടുള്ള സ്ഥലമാണ്. ഈവനിങ് ഒക്കെ ആരെങ്കിലും പോയി ഇരിക്കാനൊക്കെ പറ്റിയ സ്പോട്ട്. 1.5 മണിക്കൂറിന് ശേഷം ഞാൻ സ്കൂളിന്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ച്. അപ്പത്തേക്കും എക്സാം കഴിഞ്ഞ് ലോങ് ബെൽ അടിച്ച ആള് വരുന്നുണ്ട്. എന്താ കഥ? ഫുൾ A+? നല്ലതാ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടെ. ആരാണ് ഈ രവി? റീനേക്കാട്ടിലും 10 വയസ്സ് കൂടുതലാണ് രവി. ഈ രവീനെക്കാട്ടിലും 8 വയസ്സ് കുറവാണ്. അപ്പം റീനയ്ക്ക് 8 വയസ്സ്. എങ്ങനെ? അതായത് റീനേനെക്കാട്ടിലും 10 വയസ്സ് കൂടുതലാണ് രവിക്ക്. അപ്പോൾ രവീനേക്കാൾ 8 വയസ്സ് കുറവാണ് സുമതിക്ക്. ഓക്കെ. അപ്പോൾ സുമതിന്റെ വയസ്സ് 64 നിൽക്കുക. അപ്പോൾ റീനയ്ക്ക് എത്ര വയസ്സായി? 64 8 74 82 പോരാ, 82. വലിയ വർത്താനൊന്നുമില്ല. രവീനെക്കാട്ടിൽ 8 വയസ്സ് കുറവാണ്, എന്നാൽ റീനേക്കാട്ടിൽ 10 വയസ്സ് കൂടുതലുമാണ്. PSC കണ്ടുപിടിച്ചതിനെ മനസ്സിൽ 2 വട്ടം സ്മരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. So, stay tuned and bye bye.